DS ഇറേ എൻ്റെ മോനെ ഒരു ക്ലാസിക് ഹൊറർ പടം. പേടിക്കണോ? വിട്ടോ, തിയേറ്ററിലേക്ക് വിട്ടോ. ഡയറക്റ്റഡ് ബൈ രാഹുൽ സദാശിവൻ. പുള്ളി തന്നെയായിരുന്നു ഭ്രമയുഗത്തിൻ്റെയും ഭൂതകാലത്തിൻ്റെയും ഡയറക്ടർ. ഈ സിനിമയ്ക്ക് ഒരു സിനിമയായിട്ട് കണക്ഷൻ ഉണ്ട്. ഈ പുള്ളി ഡയറക്റ്റ് ചെയ്തത് തന്നെയാണ്. പോയി കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഓരോ ഹൊറർ സീനും നമ്മളെ പേടിപ്പിക്കേണ്ട രീതിയിൽ പേടിപ്പിച്ചിട്ടുണ്ട്. അതുപോലത്തെ ഒരു ക്ലാസിക്, എന്ന് വെച്ചാൽ ഒരു ക്ലാസിക്, ഒരു ഹോളിവുഡ് ഹൊറർ പടം എങ്ങനെ കാണും? നമ്മുടെ എല്ലാം മറ്റേ കളയങ്കാട്ട് നീലി അതുപോലത്തെ പ്രേതപ്പടമൊന്നുമില്ല. ഒരു ക്ലാസിക്, ഒരു ഹോളിവുഡ് സ്റ്റൈൽ പ്രേതപ്പടമായിരുന്നു. പിന്നെ മ്യൂസിക്, ക്രിസ്റ്റോ സേവിയർ എൻ്റെ മോനെ. ഓരോ ഹൊറർ സീനിലും നമ്മൾ മുൾമുനെ നിൽക്കണ പുള്ളി അതുപോലെ വർക്ക് ചെയ്തിട്ട് അതുപോലത്തെ മ്യൂസിക്കായിരുന്നു. ഓരോ ഹൊറർ സീൻ്റെ ബാക്ക് ബോൺ ആയിരുന്നു ഇതിൻ്റെ മ്യൂസിക്. കാരണം ഈ മ്യൂസിക് കേട്ടിട്ടായിരിക്കും, മ്യൂസിക്കിൻ്റെ ഒരു ഫീലും കൊണ്ടായിരിക്കും ഞാൻ ഇങ്ങനെ മറ്റേവൻ്റെ എൻ്റെ അപ്പുറത്തിരുന്ന എൻ്റെ ഇങ്ങനെയൊക്കെ ഇരുന്നത് ഓരോ സീനും കണ്ട്. ഒരു ബാൽക്കണിയിൽ നിന്നൊക്കെ വീഴുന്ന ഒരു സീനുണ്ട് എൻ്റെ മോനെ. പുള്ളിക്ക് അത് പോയി കാണി, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നൊന്നുമില്ല. ആക്ടർ പ്രണവ് മോഹൻലാൽ എൻ്റെ മോനെ. പുള്ളി സീൻ കിണ്ണം കാച്ചി. പൊന്നു മോനെ വിട്ടോ, തിയേറ്ററിലോട്ട് വിട്ടോ, പേടിക്കണേ വിട്ടോ. ചിരിക്കാൻ ഇല്ല, മാസ് ഇല്ല, ആക്ഷൻ ഇല്ല, ഹൊറർ ഉള്ളി. വിട്ടോ, പേടിക്കണോ വിട്ടോ, പോയി കാണ്. പുള്ളി നല്ലപോലെ ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, നല്ലപോലെ ആക്ട് ചെയ്തിട്ടുണ്ട്. സിനിമ ഫസ്റ്റ് ഹാഫ് സൂപ്പറായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കം ഇച്ചിരി പറയുന്നു. പക്ഷേ ഫസ്റ്റ് ഹാഫ് മുൾമുനെ നിർത്തിയിരിക്കുന്നു. അതുപോലത്തെ സീൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ഹാഫ് നിർത്തുന്ന അത്ര എൻഡിങ് പഞ്ചൊന്നും എനിക്ക് അത്രയായിട്ട് തോന്നിയില്ല. പക്ഷെ സിനിമയുടെ ഗ്രാഫ് നല്ലൊരു ഗ്രാഫാണ് പോകുന്നത്. ഒരു അവസാനം വരെ സിനിമയ്ക്ക് നല്ലൊരു ഗ്രാഫ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പേടിക്കണേ, ഇപ്പം തന്നെ എണീറ്റ് പോയി. ഇപ്പം ഇനി ഷോ ഇല്ല രാത്രി. ഇപ്പം ഞാൻ ഫസ്റ്റ് നൈറ്റ് ഈ സിനിമ 9 മണിക്ക് കൊണ്ട് ഇറക്കി. അപ്പോൾ ഫസ്റ്റ് നൈറ്റ് 9 മണിക്ക് ഞാൻ പോയി കണ്ടേ. സിനിമ കൊള്ളാം, നൈസാനം. കാസ്റ്റ് വലിയ അറിയപ്പെടുന്ന കാസ്റ്റൊന്നും അല്ല. നമ്മുടെ ജിവിൻ ഗോപിനാഥ് ഉണ്ട്, പുള്ളിയേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് വലിയൊരു ഇതില്ല. പിന്നെ ഒരാൾ വരും ലാസ്റ്റ്, അത്രയും ഇതില്ല. ഞാൻ പറഞ്ഞില്ലേ ഒരു സിനിമയായിട്ട് കണക്ഷൻ ഉണ്ടെന്ന്, ആ പുള്ളിയാണ് ലാസ്റ്റ് വരുന്നത്. അപ്പം നിങ്ങൾ പോയി സിനിമ കാണൂ, പേടിക്കണേ, ഇപ്പം തന്നെ വിട്ടോ. ഒരു ക്ലാസിക് ഹൊറർ മൂവി. അപ്പം കണ്ടിട്ട് നിങ്ങൾ വന്ന് ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഫോർ മീ ഇതിൻ്റെ റേറ്റിംഗ് 8.2 ഔട്ട് ഓഫ് 10. നല്ലൊരു ഹൊറർ പടമായിരുന്നു. പോയി കാണും. ബൈ.